ഇന്നലെ ശനി 2 വരും, ഞായറാഴ്ച 3 വരും. ഞായറാഴ്ച അത് കഴിഞ്ഞ് 3, 7, 3, 7, 3, 7, 3, ശനി 3, ഞായർ വരുമ്പോ 4, 4, 8, 4, 8. അങ്ങനെയാണ് നിറം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടി കൂടിയാണ് അങ്ങനെ അത് ചെയ്യുന്നത്. അടുത്തതായി ഇന്നത്തെ മെയിൻ സ്പീക്കർ ദിവ്യ തോമസ് കൊച്ചുമ്മ. കൊച്ചുമ്മയുടെ ഇന്നത്തെ ടോപ്പിക് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കമ്പാഷൻ ഓൺ ഓർത്തഡോക്സ് ഫെയ്ത്ത്. About Kochumma, നമുക്കെല്ലാം അറിയാം. Kochumma is the beloved Basquiat of Shinoj Achan and also a member of St. Mary's Deborah. She is a respiratory therapist by profession, a motivational speaker, and a very caring and loving mother of 3 children. She is also very much interested in helping families with various issues, including a strong advocate for mental health. Kochummaയെ സ്നേഹപൂർവ്വം ഇന്നത്തെ വചനഘോഷണത്തിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Glory be to the Father, Son, and Holy Spirit. Respected dear Ajans, Associate Minister Sina Chechi, and my beloved sisters in Christ. Thanking Almighty Lord for giving me this opportunity to stand in front of you to praise His name. Thank you, Philadelphia area MMBS coordinators, for inviting me to this. This will be my 2nd year attending the Philadelphia area MMBS Day. മറ്റ് റീജിയനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സഭയോടും നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോൾസിയൻ്റെയും ടീമും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 2 years ആയിട്ട് ബൈബിൾ റീഡത്തോൺ, പിന്നെ മാവോർവോ എന്ത് ഭംഗിയായിട്ട് എല്ലാവരും അച്ഛനത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ജോജോ അച്ഛ. സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ നമസ്കാര പുസ്തകം നോക്കി വായിക്കുന്നതെന്നല്ലാതെ അച്ഛൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സും ടിപ്പോളജി ഇമാജറിങ്ങും പറഞ്ഞ് കറക്റ്റാണ് അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് തന്നെ അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹാവ് എ റിക്വസ്റ്റ് ടു യു. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് കത്തത്തില്ല. അത് once a month എങ്ങനെയെങ്കിലും ഒരു കണ്ടിന്യൂവേഷൻ ക്ലാസ് ആയിട്ട് ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ ഇറ്റ് വിൽ ബി വെരി ഇൻഫർമേറ്റീവ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കി ചൊല്ലാനും പറ്റും. താങ്ക് യു അച്ഛ ഫോർ ദാറ്റ് വണ്ടർഫുൾ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലനേഷൻ. കുറച്ച് നേരത്തേക്ക് I kindly request your mindful presence of everyone for a couple of minutes as we will be discussing how much importance of self-compassion in Christian faith. So, അതിനു വേണ്ടിയിട്ട് ഞാൻ St. Matthew chapter 22 verses 39 വായിക്കാം. And the second is like it. You shall love your neighbor as yourself. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. So, we understood the first part, to love our neighbor. But എങ്ങനെയാണ് നമ്മൾ നെയ്ബറിനെ സ്നേഹിക്കേണ്ടത്? നമ്മുടെ കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. അപ്പം നമ്മൾ ആദ്യം ആരെ സ്നേഹിക്കേണ്ടത്? നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം. Are we loving ourselves enough? നമ്മൾ നമ്മളെ ശരിക്കും വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? കെയർ ചെയ്യുന്നുണ്ടോ? റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ശരിക്കും are we hard on ourselves? അതേപോലെ തന്നെ St. Matthew chapter 14 verses 14 says, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. When he went ashore, he saw a great crowd, and he had a compassion on them and healed their sick. ഞാൻ ഈ വേദഭാഗം എടുത്തത്, the word in this Bible verse struck me is
compassion. When Jesus looked at his large group of people, his response was compassion for them. He did not judge them, lecture them, or ignore their needs. Instead, he compassionately healed their sick. He met their needs by healing their sick. സോ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശൂനോയ പെരുന്നാളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാമിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ആഘോഷിക്കുമ്പോൾ വാട്ട് ഈസ് ദ വൺ ക്വാളിറ്റി ദാറ്റ് മദർ മേരി ഹാഡ്? പരിശുദ്ധ ദൈവമാതാവിന് ഒരുപാട് ക്വാളിറ്റികളുണ്ട്, എന്നാലും ആ ഒരു ക്വാളിറ്റി എന്താണ് മാതാവിനുണ്ടായത്? ഹമ്പിളായിരുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം കമ്പാഷൻ. ഷി വാസ് വെരി കമ്പാഷനേറ്റ്. നമ്മൾ മാതാവിൻ്റെ ലുത്തിനിയയിൽ പറയുന്നത് പോലെ ആർദ്രതയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Let me bring your awareness to this word compassion. എന്താണ് compassion? What is compassion? Compassion is the feeling of pain one feels when another suffers. It is also caring about someone wishing they do not suffer. അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു ക്രൈസിസിൽ കൂടി പോകുമ്പോൾ നമ്മൾ വന്ന് മാതാവിനോട് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുമ്പോൾ, മാതാവ് അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ മാതാവിൻ്റെ പ്രയാസങ്ങളാക്കി എടുത്ത് ദൈവം തമ്പുരാനോട് മാതാവ് അപേക്ഷിക്കുന്നു. ദാറ്റ് ഈസ് എ ട്രൂ കമ്പാഷൻ. മറ്റ് പരിശുദ്ധന്മാരോട് നമ്മൾ അപേക്ഷിക്കുമ്പോഴും അവരും ഇതേ കമ്പാഷനോടുകൂടി നമ്മൾ പറയുന്ന അതേ നമ്മുടെ വേദനകൾ നമ്മളെ ചേർത്ത് പിടിച്ച് മാതാവ് മറ്റ് പരിശുദ്ധന്മാരും നമുക്ക് വേണ്ടി ദൈവം തമ്പുരാനോട് അപേക്ഷിക്കും. അപ്പോൾ ഈ ഒരു കമ്പാഷൻ നമുക്ക് നമ്മളോട് തോന്നിക്കൂടെ? വാട്ട് ഈസ് സെൽഫ് കമ്പാഷൻ? സെൽഫ് കമ്പാഷൻ ഈസ് ഹാവിംഗ് ദ സെയിം കൺസേൺ ഫോർ അവർ ഓൺ ആൻഡ് വെൽഫെയർ. പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, she treat us with kindness. She understands our crisis. നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിച്ച് കൈൻഡ്നസ്സോടെ നമ്മളുടെ തെറ്റുകൾ ഫോർഗിവ് ചെയ്ത് അത് യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുകയാണ്. Can we treat ourselves with kindness, understand our mistake, and forgive ourselves? Why is self-compassion so important? When we are in so much trials and tribulations, self-compassion is essential to regulate a healthy, balanced living. It provides huge benefits including emotional resiliency, stress reduction, contentment, and healthier relationship. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. സെൽഫ് കമ്പാഷൻ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് എ ഇന്നേറ്റ് നീഡ് ഫോർ കെയർ. വി ഓൾ ആർ മാമൽസ്. നമ്മൾ മാമൽസ് ആയ us humans are born, we are mammals like humans have evolved. നമ്മൾ evolutionary perspective മുതൽ തന്നെ we have evolved a strong need for care and attention. നമ്മളൊരു ജനിച്ച് കുഞ്ഞായി വളർന്നു വരുമ്പോൾ മുതൽ നമ്മൾക്ക് ആ ഒരു നീഡാണ്, നമുക്ക് ആ ഒരു കെയറും അറ്റൻഷനും കിട്ടുന്നത്. നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തി അങ്ങനെയാണ്, കെയർ തന്നാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ആ കെയറിനോടുള്ള ഒരു ത്രൈവിങ്ങിന് കൂടി നമുക്കൊരു അറ്റൻഷൻ വേണം എന്നുള്ളൊരു കൂടി വരും. വിത്തൗട്ട് അഡ്വക്കേറ്റ് കെയർ we do not thrive physically, emotionally, or psychologically. നമ്മൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങി സുന്ദരിയായിട്ട് സാരിയൊക്കെ എടുത്ത് താഴോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലി, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നും നമ്മളെ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല, അവർ നോക്കത്തില്ല. അപ്പം നമുക്ക് സങ്കടം വരും. ഞാൻ ഇത്രയും നല്ല സാരി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്തില്ലല്ലോ. ചിലപ്പോൾ അവർക്ക് അതിന് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. Why can't you just go to the mirror and say, ഞാൻ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇന്ന് എന്നെ കാണാൻ കൊള്ളാലോ? അപ്പൊ ആ ഒരു നീഡെന്ന് പറയുന്നത് നമ്മൾ എവല്യൂഷണറി ടൈം മുതൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമുക്ക് വേണ്ടുന്ന നമ്മുടെ സർവൈവൽ നീഡാണ്.
അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ട് എനിക്ക് തന്നൂടെ? നമ്മൾ എന്തിനാണോ മറ്റുള്ളവരെ, നമ്മുടെ ഫാമിലിയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ നല്ല സുന്ദരിയാണെന്ന് ഞാനല്ലേ പറയണ്ടേ? ഞാൻ സൈക്കോളജിയിൽ, ഞാൻ സുന്ദരിയാണെന്നല്ല കേട്ടോ പറഞ്ഞേ, സൈക്കോളജിയിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്നത് പോസിറ്റീവ് സ്ട്രോക്സ് എന്നാണ്. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്സ് നമുക്ക് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് കയറി വരും. അവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ഒരുങ്ങി വന്നത് എന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന നെഗറ്റീവ് നീഡാണ്. സോ ദാറ്റ് ഇസ് എ ഇന്നേറ്റ് need and survival for thriving. So number 2 is another reason why self-compassion is important is emotional resilience. Self-compassion helps build emotional resilience, allowing us to better cope up with stress and adversity. Self-compassion is a powerful tool for building emotional resilience. Self-kindness. ബി വിത്ത് യുവർ സെൽഫ്. നമ്മൾ എന്തിനാണ് നമ്മളോട് ഒത്തിരി ഹാർഡായിട്ടോ ഞാൻ ചെയ്തത് ശരിയായില്ല, എനിക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു, അത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ എന്തിനാണ് നമ്മളെ തന്നെ ഒത്തിരി ഒത്തിരി ഹാർഡായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നത്? ജസ്റ്റ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. ബി വിത്ത് യുവർ സെൽഫ്. ബി വിത്ത് യുവർ തോട്ട്സ്. ബി വിത്ത് യുവർ ഫീലിംഗ്. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. ടേക്ക് റെസ്റ്റ്. Go on vacation. ഒത്തിരി ഹാർഡായിട്ട് പോവാതെ take things slowly. And another one is mindfulness. Holding and accepting our painful thoughts and feeling, balanced awareness rather than over-identifying pain. What are we filling our minds with? ഒത്തിരി worriesum, stressum, കുറ്റങ്ങളും വഴിയെ പോകുന്ന കാര്യങ്ങളും എല്ലാം എടുത്ത് എന്തിനാണ് നമ്മുടെ മനസ്സിൽ വെക്കുന്നത്? രാവിലെ ലതചേച്ചി ബൈബിള് വായിച്ചതുപോലെ സാംസ് 41:1 പറയുന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. Fill your mind with compassion, gratitude. These are the things that you can change your minds and your thoughts. Now, ഇപ്പൊ നമ്മള് the importance of self-compassion കുറിച്ച് പറഞ്ഞു. What are the benefits of self-compassion? It reduces self-criticism. Self-compassion helps reduce the harsh self-criticism that can exacerbate stress and emotional pain. By being kind to ourselves, we can better manage our emotional response. നമ്മളുടെ ഇന്നർ ക്രിട്ടിക്കിനെ നമുക്കൊരു കമ്പാഷനേറ്റ് ഫ്രണ്ടായിട്ട് മാറ്റാൻ പറ്റും. അത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോ നമ്മുടെ കൂടെ താമസിക്കുന്ന ഫാമിലിക്കോ അല്ല മാറ്റാൻ പറ്റുന്നത്. എൻ്റെ ഇന്നർ ക്രിട്ടിക്കിനെ എനിക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ മാറ്റാൻ പറ്റുന്നേ? നല്ല നല്ല കാര്യങ്ങൾ, ലൈക്ക് ഐ സെഡ്, fill your heart with gratitude. Fill your heart with positive self-talk. Also, it will enhance this emotional regulation. When we practice self-compassion, we are more likely to acknowledge our emotions without judgment. This mindfulness allows us to process our feelings and more effectively and respond to stressors in a balanced way. Also, it will promote a growth mindset. Self-compassion encourages a mindset that views challenges and failures as opportunities to grow rather than obstacles. നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ സംഭവിക്കുന്നത്? നെക്സ്റ്റ് ടൈം നമുക്കത് ചെയ്യാനുള്ള ഫിയർ ഡെവലപ്പ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇറ്റ്സ് ഓക്കെ, നമ്മളെ തന്നെ കാമാക്കി സെൽഫ് ടോക്ക് ചെയ്ത് I'm okay, I can do it better next time. അങ്ങനെ പറയുമ്പോൾ that you're growing with your mindset. Next one, improving your mental health. Research has shown that self-compassion is linked to lower levels of anxiety and depression.
ഇവിടെ ഇരിക്കുന്ന പലരും സാനക്സ് എടുക്കുന്നവരാണ്. വായി ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്. എന്തിനാണ്? by maintaining a compassionate attitude toward ourselves, we can regulate negative effects of stress and build a more healthy mind. It strengthens social connections. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ചില ആൾക്കാരെയൊക്കെ കണ്ടാൽ ഒന്നും ചിരിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളൊന്നും ചെയ്തിട്ടല്ല, നമ്മളോട് മിണ്ടത്തില്ല. കാരണം അവർ they are struggling so much inside. അപ്പം നമ്മളെ തന്നെ, ഞാൻ എന്നെ തന്നെ സെൽഫ് കമ്പാഷനേറ്റ് ആയി ഞാൻ തന്നെ സോഫ്റ്റൻ ആകുമ്പോൾ നമ്മൾ it will improve, it will strengthen our social connection. So, how to turn our inner critic into a compassionate friend? Let me tell you the practical steps to cultivate this self-compassion. Number one thing, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ സഭ കൽപ്പിച്ചേക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഭയിൽ വിശ്വാസം അനുസരിച്ച് നമ്പർ 1 ടൂൾ എന്ന് പറയുന്നത് പ്രേയറാണ്. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ത്രൂ പ്രേയർ. അച്ഛൻ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ നമ്മുടെ ശിവ നമസ്കാരത്തിലെ പ്രാർത്ഥന എത്ര അർത്ഥവത്തായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പലതും മനസ്സിലായത്. അപ്പോൾ അത് ഒരു റൂം, ബൈബിളിൽ പറയുന്ന പോലെ ഒരു റൂം അടച്ചിരുന്ന് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ദാറ്റ്സ് ദ നമ്പർ 1 ടൂൾ ടു പ്രാക്ടിക്കൽ സ്റ്റഫ് ടു കൾട്ടിവേറ്റ് സെൽഫ് കമ്പാഷൻ. നമ്പർ 2, ബൈബിൾ റീഡിംഗ്. Recommending reflecting on scriptures that emphasize God's love and forgiveness. ബൈബിളിനകത്ത്, എസ്പെഷ്യലി സാംസിനകത്ത് ദൈവത്തിൻ്റെ മനോഹരമായ പ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ടിട്ടുള്ള ഒരുപാട് സങ്കീർത്തനങ്ങളുണ്ട്. That will fill our heart with gratitude. സാംസ് 139 പോലെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ടാവും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോസിറ്റീവ് സെൽഫ് ടോക്ക്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് മോണിറ്റർ അവർ തോട്ട്സ്. Replace self-critical thoughts with kinder, more supportive language. എന്നെ ഒന്നും കൊള്ളില്ല എന്ന് പറയുന്നത് I am strong, I am capable, I can do all things through Christ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത പോസിറ്റീവായിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയണം. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് തമാശയായിട്ട് പറയും, എല്ലാവരും നമ്മുടെ കൂടെ ഗ്രേവിൻ്റെ അവിടെ വരെ വരത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ടോക്ക് ടു യുവർസെൽഫ് പോസിറ്റീവ്ലി. ആൻഡ് നെക്സ്റ്റ് വൺ, ആക്ട് ഓഫ് കൈൻഡ്നസ്. Suggesting practical acts of kindness toward oneself, such as taking time for rest. Give yourself some break. Engaging in hobbies. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, ഇഷ്ടമുള്ള സാരി എടുക്കുക, വെക്കേഷന് പോവുക. ചില ആൾക്കാർക്ക് they like to write. Some people write gratitude journals daily. അത് തന്നെ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമാകും. രാവിലെ എണീച്ചിട്ട് I am thankful for my family എന്നുള്ളൊരു 10 കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അത് തന്നെ അത് നമുക്ക് ഒരുപാട് ശാന്തമാകും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ് ത്രൂ പ്രേയർ, ബൈബിൾ റീഡിങ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് പോലെ ആക്ട്സ് ഓഫ് കൈൻഡ്നസ്, ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും കുറഞ്ഞിട്ടില്ലെങ്കിൽ then you need to seek support. Talk to a therapist or join a support group to learn more about compassion. ഇപ്പോൾ ഒരുപാട് വെബിനാർസ്, ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. There is a book that I would like to recommend is Give Yourself a Break by Kim Frederickson. എൻ്റെ ഫേവറേറ്റ് ബുക്കാണ്, ഞാൻ കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള ബുക്കാണ് ഇത്. ബിബ്ലിക്കൽ നമ്മുടെ ബൈബിൾ വേഴ്സസ് ഒക്കെയുള്ള ഒത്തിരി നമ്മളെ കാമാക്കുന്ന ഒരു ബുക്കാണ്. And also, one of the fundamental teachings of Christianity is that God's love for us is unconditional.
അഭിമന്യ ഭരണാശ്രമനിയുടെ എല്ലാ പ്രസംഗത്തിലും ഉള്ള ഒരു വാക്കാണ് അൺകണ്ടീഷണൽ ലവ്. It is essential to reflect this unconditional love onto ourselves. Self-compassion is the way to do this by being kind to ourselves, forgiving our mistakes, and understanding our struggles. We mirror the love that God has for us. Start practicing. ഇന്ന് വീട്ടിൽ പോകുന്ന വഴിക്കോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടോ നമ്മുടെ മനസ്സിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റിനെയോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ടോക്ക് ടു യുവർസെൽഫ്, forgive yourself. We have to move on. നമ്മൾ അതിനെ തന്നെ പിന്നെയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ അതിനെ you talk to yourself and move on. Start practicing self-compassion today and reflect on God's love and extend the love to yourself. മദർ മേരിയിലുള്ള പരിശുദ്ധ ദൈവമാതാവിൽ നമ്മളോടുള്ള ആർദ്രതയുള്ള ഒരു ഭാവം പോലെ നമുക്ക് എല്ലാവർക്കും ഈ ആർദ്രതയുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വേർഡ് ഓഫ് പ്രയർ എന്ന് ഒരു നിമിഷം നമുക്ക് തലകളെ വണങ്ങാം. Dear Heavenly Father, we thank you for your boundless love and grace. Help us to see ourselves through your eyes and to treat ourselves with the same compassion and kindness that you show us. Guide us in our journey to self-compassion so that we may better serve you and others. In the name of the Father, Son, and Holy Spirit, one true God. Amen. Thank you for this opportunity once again. Self-compassion, just be kind to yourself. On behalf of everyone present here, I extend my sincere gratitude to you, Pachama. Thank you so much. Now we are continuing with Mavulvo. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇനി Mavulvo 2 and Mavulvo 6 രണ്ടും 6. Mavulvo 2 പ്രസന്റ് ചെയ്യുന്നതിന് സെന്റ് തോമസ് മാഷ്.